മഴകൾ പലവിധത്തിലുണ്ട്. ചില മഴകൾ കലുഷിതമായ അവസ്ഥ സൃഷ്ടിക്കുന്നു. ക്യാൻസർ രോഗം അത്തരമൊരവസ്ഥ സൃഷ്ടിക്കുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ താളത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്ന്. എന്നാൽ നോഹയുടെ മഴവില്ല് പോലെ അവസാനം സമാധാനത്തിൻ്റെ മഴവില്ല് വിരിയുന്നതായി മാറുകയും ചെയ്യും. അത്തരം ജീവിതങ്ങളെയാണ് നമ്മൾ മഴവില്ല് തീർക്കുന്നവർ എന്ന ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുന്നത്. അതിന് പുതിയൊരു എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം തോമസ് പന്തംപ്ലാക്കൽ സാറിനെയും മോൾ ടീച്ചറിനെയും. തോമസ് സാറും മോൾ ടീച്ചറും നിങ്ങൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിൽ ആരൊക്കെയുണ്ടെന്നും പഠിപ്പിച്ച സ്കൂളും എല്ലാം. വീട്ടിലുള്ളത് ചാച്ചൻ ഞങ്ങളുടെ കൂടെ ഒപ്പമാണ് താമസിക്കുന്നത്. അതുപോലെ എനിക്ക് 3 മക്കളാണ്. അത് മൂത്ത മോള് US വർക്ക് ചെയ്യുന്നത്, രണ്ടാമത്തുള്ള ഓസ്ട്രേലിയയിലാണ്, മോന് ബാംഗ്ലൂരാണ്. ഞാൻ പേരാവൂര് സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനായി റിട്ടയർ ചെയ്തതാണ്. ഞാൻ സെൻറ്റ് ജോൺസ് UP സ്കൂൾ പേരാവൂരിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ റിട്ടയറായി വീട്ടിൽ. രണ്ടുപേരും അധ്യാപകരായിരുന്നല്ലോ. ഏതൊക്കെയായിരുന്നു സബ്ജക്ട്സ് എന്ന്? ഞാൻ മാത്തമാറ്റിക്സ് ആയിരുന്നു സബ്ജക്റ്റ്. എൻ്റെ വിഷയം സയൻസ്. ഒരു മൊത്തത്തിൽ ബുദ്ധിപരമായി വളരെയധികം ആവശ്യമുള്ള സബ്ജക്ട്സ് ആണല്ലോ. ഈ സബ്ജക്റ്റുകളൊക്കെ പഠിപ്പിക്കുമ്പോഴും സാറിനെ പറ്റി ഞാൻ ഒന്ന് അന്വേഷിച്ചപ്പോൾ കേട്ടത് വളരെ കണിശക്കാരനായ ഒരു അധ്യാപകനായിരുന്നു. സാർ വന്ന് പഠിപ്പിച്ചു തുടങ്ങിയതിന് ശേഷം സ്കൂളിൽ വൻ റിസൾട്ട് ഉണ്ടായതായിട്ടൊക്കെ അറിഞ്ഞിരുന്നു. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാമോ? സാറിൻ്റെ കുറച്ച് അച്ചീവ്മെൻറ്റ്സിനെ പറ്റി. അച്ചീവ്മെൻറ്റ്സ് അല്ല, അത് എൻ്റെ ഒരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞങ്ങളുടെ സ്കൂള് വളരെ പഴക്കം ചെന്ന സ്കൂളാണെങ്കിലും റിസൾട്ടിൻ്റെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പിന്നോക്കമായിരുന്നു. ഇപ്പം സ്കൂളിനെ അതിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം, അതിന് എന്നെ ദൈവം നിയോഗിച്ചതാണ് എന്നൊരു തോന്നലിൽ, ആ കാർക്കശ്യത്തിൽ തന്നെയാണ് ഞാൻ സ്കൂളിൽ മുന്നോട്ട് പോയത്. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട്, ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടും സ്കൂളിനെ മനോഹരമാക്കി മാറ്റാനും അത് ഭാവിയുടെ ഒരു വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടാക്കാനുമുള്ള ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നിരുന്നു. സാറ് പിന്നെ സ്കൂളിലേക്ക് ഹെഡ് മാഷായിട്ട് വരുമ്പം 28% സ്കൂളിൻ്റെ റിസൾട്ട്. അത് സാറ് സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞ് പിറ്റേ വർഷം തന്നെ 100% ആക്കാൻ പറ്റി. അപ്പം അങ്ങനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റി സ്കൂളിനെ. ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷവും ഈ കണക്ക് അധ്യാപനം നടത്തുന്നുണ്ടോ? കൂടുതൽ പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ പേരാവൂർ ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഗണിതശാസ്ത്രത്തിൻ്റെ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്ത് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ എനിക്ക് വയറ്റിലൊരു ചെറിയൊരു അസ്വസ്ഥത, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയായിരുന്നു. കുറച്ച് മരുന്നുകളൊക്കെ കഴിച്ച് വലിയൊരു മാറ്റമൊന്നും വന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഭാര്യഗ്രഹത്തിലേക്ക്, കോഴിക്കോടാണ്, ഭാര്യഗ്രഹത്തിലേക്ക് പോകുന്ന വഴിക്ക് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ കയറി ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അവിടെ കയറി 1-2 ഗുളിക വാങ്ങി പോവുക എന്ന ലക്ഷ്യത്തോടെയാണ് അവിടെ കയറിയത്. എന്നെ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്, ഇപ്പോൾ തന്നെ അഡ്മിറ്റ് ആവണമെന്ന്. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തേക്കാൾ ആരോഗ്യവാനായിരുന്നു ഞാനെന്ന്. ഞാൻ അവിടുന്ന് പല ഒഴിവുകളും പറഞ്ഞു നോക്കി. പക്ഷേ കൂടെ ഉണ്ടായിരുന്നവരുടെ നിർബന്ധപ്രകാരം അവിടെ അഡ്മിറ്റായി. ആ സമയത്ത് ഡോക്ടർ പറയുന്നു, ഒന്ന് ബോൺമാരോ മജ്ജി എടുത്തൊന്ന് പരിശോധിക്കണം. അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചു. മജ്ജി എടുത്ത് പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു മജ്ജിയിൽ ക്യാൻസറാണ്, അതും അതീവ ഗുരുതരാവസ്ഥയിലാണ്. പക്ഷേ ക്യാൻസറാണെന്ന് കേട്ട നിമിഷം തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് എൻ്റെ അളിയന്മാർ 3 പേരുണ്ടായിരുന്നു. അത് ഒന്ന് ജോസ്, മറ്റൊന്ന് ജോജി, പിന്നെ മാത്യു, ജോയി എന്ന് വിളിക്കും. അദ്ദേഹം മരിച്ചുപോയി, ഇപ്പോൾ ഇല്ല. അപ്പം ഇവർ തീരുമാനിച്ചു വെല്ലൂർ ചികിത്സിക്കാമെന്ന്. അങ്ങനെ ഡോക്ടറോട് പറഞ്ഞു, ക്യാൻസറാണ്, ഞങ്ങൾ വെല്ലൂരാണ് ചികിത്സിക്കുന്നതെന്ന്. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ രോഗിയെ വെല്ലൂരിലേക്ക് കൊണ്ടുപോകരുത്, ഈ രോഗി വെല്ലൂർ എത്തിച്ചേരുകയില്ല, അത്രമാത്രം ഗുരുതരാവസ്ഥയിലാണെന്ന്. പക്ഷേ കാഴ്ചയിൽ എനിക്കൊരു കുഴപ്പമില്ലാത്തത് കൊണ്ട് അവരത് പരിഗണിച്ചില്ല. അവർ നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി എന്നെ ഒരു ICU ഒരു ആംബുലൻസിൽ വെല്ലൂരിലേക്ക് കൊണ്ടുപോവുക. ഈ രോഗാവസ്ഥയെ പറ്റിയൊക്കെ അങ്കിൾ അറിഞ്ഞിരുന്നോ? ഇല്ല, രോഗം അറിയുന്നുണ്ട്, പക്ഷേ ഇത് ക്യാൻസർ ആണെന്നോ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ക്യാൻസർ ആണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. അങ്ങനെ എനിക്ക് എഴുന്നേറ്റ് നടക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒരു പ്രയാസവും ഇല്ല. പക്ഷേ എന്നെ അനങ്ങാനും തിരിയാനും വിടുന്നില്ല. ഒരു സ്ട്രെച്ചറിൽ കിടത്തി ബെൽറ്റിട്ട് മുറുക്കി എന്നെ എടുത്താണ് ആംബുലൻസ് കയറ്റുന്നത്. ആംബുലൻസ് കയറി കഴിഞ്ഞ് നേഴ്സുമാർ ചുറ്റും ഇരുന്നിട്ട് ട്രിപ്പിലൂടെ മരുന്ന് ശരീരത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി പോകുന്ന വഴിക്ക് എന്നെ ഛർദ്ദിക്കാനും കൂടെ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഇപ്പം വെല്ലൂരിലേക്ക് പോകണമെങ്കിൽ രോഗം നിസാരമല്ലോ എന്നൊരു തോന്നൽ എനിക്ക്. ഈ സമയത്ത് ഞാൻ
ഈശോയോട് ചോദിച്ചു, ഈശോയെ എനിക്കെന്താ ഇങ്ങനെ വരാൻ? എപ്പോഴും മനസ്സിൽ വരേണ്ട ഒരു ചോദ്യമാണല്ലോ. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ മുന്നിൽ ഈശോ പ്രത്യക്ഷമായി. TV സ്ക്രീനിൽ കാണുന്ന പോലെ വളരെ വ്യക്തമായ ഈശോയുടെ മുഖത്തൂടെ ചുവരയൊലിക്കുന്ന സഹനത്തിൻ്റെ പ്രതീകമായ ഈശോ. തൊട്ടടുത്ത് തന്നെ പരിശുദ്ധ അമ്മ നിൽക്കുന്നു. അമ്മയുടെ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകുന്നത് ഞാൻ കാണുന്നു. അമ്മ എന്നെ നോക്കി കരയുന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, നീ ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ സമയത്ത് ഇപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. അതിതാണ്, ഭയപ്പെടേണ്ട, നിനക്കൊന്നും സംഭവിക്കുകയില്ല. ഏതായാലും വെല്ലൂർ ഞാൻ എത്തുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ വെല്ലൂരെത്തി. അവിടെ നിന്ന് എന്നെ എടുത്താണ് ആംബുലൻസ് കയറ്റിയതെങ്കിൽ ആംബുലൻസിൽ നിന്ന് നടന്നിറങ്ങി ഞാൻ നേരെ കാഷ്വാലിറ്റിയിലേക്ക് പോയി. കാഷ്വാലിറ്റിയിൽ എന്നെ അഡ്മിറ്റാക്കി. ഡോക്ടർമാർ വന്ന് പരിശോധിച്ച് ഡോക്ടർമാർ പറയുന്നു, എന്നോടല്ല കൂടെയുള്ളവരോടാണ് പറയുന്നത്, ഞങ്ങൾക്ക് അത്ഭുതകരമായിരിക്കുന്നു. ഈ ഒരവസ്ഥയിൽ ഒരു രോഗി ജീവിച്ചിരിക്കുകയല്ല എന്നതല്ല, അയാൾ സുബോധത്തോടെ ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അത്ഭുതകരമായിരിക്കുന്നു. ഇതുപോലൊരു കാര്യം നമ്മുടെ തൊട്ട് മുമ്പത്തെ എപ്പിസോഡിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നും ഇതേപോലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവനോടെയുണ്ടോ ഇത്തരം വ്യക്തികൾ എന്ന രീതിയിലുള്ള. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, എന്തൊക്കെയായാലും ഈ ജീവൻ 2 മാസത്തിൽ കൂടി പിടിച്ചു വെക്കുക സാധ്യമല്ല. കാരണം കിഡ്നി രണ്ടും പൂർണ്ണമായും ഫെയിലായിരിക്കുന്നു. ഇനി ഒരിക്കലും അത് റിവൈവ് ചെയ്യില്ല. ഇനി കിഡ്നിയുടെ ഏക ട്രീറ്റ്മെൻറ്റ് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നത് മാത്രമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ക്യാൻസർ ആയതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക സാധ്യമല്ല. അതായത് കിഡ്നിക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നർത്ഥം. 2 രോഗത്തിനും ചുരുക്കം കൂട്ടിച്ചേർത്ത് ഇദ്ദേഹത്തിന് കിഡ്നി ഇല്ലാത്തതുകൊണ്ട് ക്യാൻസറിന് മരുന്ന് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം ക്യാൻസറിനും ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് അത് അവർ പറഞ്ഞത് 2 മാസത്തിൽ കൂടുതൽ ഈ ജീവൻ പിടിച്ചു വെക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞത്. ഇത് കേട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പൊട്ടിക്കരഞ്ഞു. അവർ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടാണ് പിന്നീട് എൻ്റെ മുന്നിൽ വന്നത്. അവരുടെ ഈ ഭാവമാറ്റം എൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കി. എൻ്റെ മനസ്സ് അസ്വസ്ഥമായപ്പോൾ വീണ്ടും ഞാനൊരു ശബ്ദം കേട്ടു. അതിതാണ്, ഇത് എൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുത്താനാണ്. ഈ ശബ്ദം കേട്ടതോടുകൂടി എൻ്റെ ഉള്ളിൽ നിന്ന് ഈ മരണഭയം പൂർണ്ണമായിട്ടങ്ങ് വിട്ടുമാറി. പിന്നെ ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടേ ഇല്ല. ഏതായാലും എന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന് ജനറൽ വാർഡിലേക്ക് മാറ്റി. ചെന്നപ്പോൾ തുടങ്ങി ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അതെ അല്ലേ? കാഷ്വാലിറ്റിയിൽ നിന്ന് എന്നെ ജനറൽ വാർഡിലേക്ക് മാറ്റി. ജനറൽ വാർഡ് എന്നത് അതീവ ഗുരുതരാവസ്ഥയിലുള്ള നിരവധി രോഗികൾ കിടക്കുന്ന ഒരു മുറി. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉപയോഗിക്കാൻ ഒരു ടോയ്ലറ്റാണ് ഉള്ളത്. എനിക്ക് കിടക്കാൻ കട്ടിലുണ്ട്, പക്ഷേ എൻ്റെ ജീവിത പങ്കാളിക്ക് കിടക്കാനോ ഇരിക്കാനോ സ്ഥലമില്ല. അവൾ രാത്രി കാലങ്ങളിൽ വിശ്രമിച്ചിരുന്നത് എൻ്റെ കട്ടിലിനടിയിൽ തുണി വിരിച്ചിട്ട് അതിൽ കിടന്നിട്ടാണ്. ആൻറ്റിക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ആശുപത്രിവാസം എന്ന് പറയുന്നത്? ആശുപത്രിവാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്യാൻസറാണെന്ന് അറിഞ്ഞത് ഞങ്ങൾ തീരുമാനിച്ചു ഒരിക്കൽ പോലും ഈ ക്യാൻസറാണെന്നുള്ള വിവരം ഇദ്ദേഹത്തെ അറിയിക്കരുത്. കാരണം ക്യാൻസർ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആളങ്ങ് ഡൗണായി പോകും. എല്ലാവരും അങ്ങനെയല്ലേ, നമ്മളാണെങ്കിലും ഡയറക്റ്റായിട്ട് ക്യാൻസർ എന്ന് കേട്ടാൽ പിന്നെ നമുക്ക് ഒന്നും പിടിച്ചിരിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം കുറേ കാലഘട്ടം 1-2 മാസത്തോളം ഈ ക്യാൻസർ എന്ന പേര് പറഞ്ഞില്ല. ഞങ്ങൾ പറയും വയറ്റിലെന്തോ തകരാറ്, വെല്ലൂർ കൊണ്ടുപോയത് അങ്ങനെയാണ്, വയറ്റിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട്, വെല്ലൂർ എന്നാൽ അതിന് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. ക്യാൻസറാന്ന് അന്നേരം ഈ സാറിന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ചെന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറാൻ പറ്റി. അങ്ങനെ അഡ്മിറ്റായി. വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുമായിരുന്നല്ലോ. അതിന് നമ്മളൊരു പ്രിപ്പയർഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിലൊന്നും അല്ലല്ലോ പോകുന്നത്. ഒന്നുമല്ല. എത്ര കാലം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും എന്നറിയില്ല, ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം നീളുന്നറിയില്ല, ഇതിൻ്റെ ഒന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ പിന്നെ വെല്ലൂർ പോകാമെന്ന് പറയുന്നു, വണ്ടിയെ കയറുന്നു, ഞങ്ങൾ വെല്ലൂർ പോകുന്നു, മുന്നോട്ട് കാര്യങ്ങൾ നീക്കുവാണ്. ഇതിൻ്റെ അവസാനം എന്താ നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ സമയമൊക്കെ മക്കളൊക്കെ എന്ത് ചെയ്യായിരുന്നു? മൂത്ത മകള് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട്. രണ്ടാമത്തെ മോള് M.Tech പഠിക്കുകയായിരുന്നു സത്യഭാമയിൽ. മൂന്നാമത്തെ മോനും വിമൽ ജ്യോതിയിലെ B.Tech പഠിക്കുകയായിരുന്നു. മക്കളും പഠനത്തിലും ഇവിടെ ഹോസ്പിറ്റലും വീട്ടിലും നമ്മുടെ പേരൻസും ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചാച്ചനും അമ്മയും തന്നെയായിരുന്നു.
ഞങ്ങൾ പെട്ടെന്നൊരു ദിവസം അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല. ഞങ്ങൾ ആ വെല്ലൂർ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് വെല്ലൂർക്ക് നേരെ പോവുകയാണ് ചെയ്യുന്നത്. അമ്മച്ചിയാണ് എവിടെ എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്, അമ്മച്ചിയും ചാച്ചനും. എന്നിട്ട് ഈ സർവൻ്റൊന്നും ഇല്ല. അമ്മച്ചിക്ക് ഇത് എവിടെയാണ് സാധനം ഇരിക്കുന്നതെന്ന് അറിയില്ല, ഏത് കറിക്ക് എന്ത് ചേർക്കണമെന്ന് അറിയത്തില്ല. അകപ്പാടെ ഈ വീട്ടിലും അവസ്ഥ വിഷമമായിരുന്നു. നമ്മളിതൊന്നും വിചാരിച്ചില്ല, അങ്ങോട്ടേക്ക് പോയി, വെല്ലൂർക്ക് പോയി. സാറിന് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടുത്തെ അസൗകര്യത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പം അവിടുത്തെ ഒരു മലയാളിയായ ഡോക്ടർ, ഞങ്ങൾ അധ്യാപക ദമ്പതികളാണെന്ന് തിരിച്ചറിഞ്ഞ ഡോക്ടർ ജീവിതപങ്കാളിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ കഴിയാൻ പറ്റുന്നു? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പേവാർഡ് അറേഞ്ച് ചെയ്ത് തരാം. കാരണം എന്ന് വെച്ചാൽ ഈ കൂടെയുള്ള രോഗികൾ മുഴുവൻ കുറേ പേര് ഛർദ്ദിക്കുന്നു, കുറേ പേര് അങ്ങനെ എല്ലാവരും വല്ലാണ്ട് വിഷമത്തിൽ കിടക്കുക. കാരണം നമ്മൾ കട്ടിലിങ്ങനെ അടുത്തടുത്തിട്ടിരിക്കുക, നമുക്കൊരാൾക്ക് ജസ്റ്റ് നിൽക്കാനേ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഛർദ്ദിക്കുന്നു, അവിടെ അല്ലാത്ത വിഷമങ്ങൾ, മറ്റൊടുത്ത് കരയുന്നു, ബഹളം മൊത്തമായിട്ട് സ്ഥലമാണ്. ടോയ്ലറ്റ്, ഒറ്റ ടോയ്ലറ്റ്. അതാ ഡോക്ടർ ചോദിച്ചത് അങ്ങനെ. അപ്പം ഡോക്ടർ നിങ്ങൾക്ക് പേവാർഡ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞ പാടെ എൻ്റെ കൂടെയുള്ള അളിയന്മാരൊക്കെ പറഞ്ഞു, എന്തായാലും നമുക്ക് പേവാർഡിലേക്ക് മാറണം. പ്രഭാഷകൻ 4:2 വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്നാൽ സ്വർണ്ണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ശുദ്ധി ചെയ്യപ്പെടുന്നു. സത്യത്തിൽ ഈ വചനം ഞാൻ ഈ രോഗം വരുന്നതിന് മുമ്പേ വായിച്ചിട്ടില്ല. പക്ഷേ ദൈവം എന്നെ അന്ന് ഒരുക്കുകയായിരുന്നു. ഞാൻ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സ് പറഞ്ഞു, വേണ്ട, ഇവിടെ തന്നെ മതി. ഞാൻ ജീവിതപങ്കാളിയോട് പറഞ്ഞു, ദൈവം നമുക്ക് സഹനമാണ് തരുന്നത്, ആ സഹനത്തെ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് സാധാരണക്കാർ കിടക്കുന്ന ഈ അസൗകര്യത്തിൽ നമുക്ക് കഴിയാം. ഏതായാലും ജീവിതപങ്കാളി സമ്മതിച്ചു. ഞങ്ങളതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശത്തെ സ്നേഹബുദ്ധി നിരസിച്ചു. ബന്ധുക്കളുടെ നിർബന്ധത്തെ ഞങ്ങൾ അവഗണിച്ചു. അവർ ചോദിച്ചു, നിങ്ങൾക്ക് പൈസ പോകുമെന്നുള്ള പേടി കൊണ്ടാണോ അങ്ങോട്ട് മാറാത്തത്? ആ പൈസയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, അക്കാര്യം ഞങ്ങൾ ഏറ്റു. പക്ഷേ ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്കിത് മതി. ആ സഹനത്തെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ തയ്യാറായ ഒറ്റ കാരണത്താൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അതിശക്തമായി ഇടപെട്ടു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിഭയങ്കരമായൊരു ഇൻഫെക്ഷൻ ഉണ്ടായി. തുള്ളി വിറയ്ക്കുന്ന പനി. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചു വെച്ചാലേ കിടക്കാൻ പറ്റൂ. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് അവിടുന്ന്. ഡോക്ടർമാരെല്ലാം വന്നു എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, എന്താ കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല, എന്തോ ഒരു ഇൻഫെക്ഷനാണ്. എന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷേ അന്നേരം എൻ്റെ കഴുത്തിലെ ഞരമ്പ് മുറിച്ചിട്ട് ഹാർട്ടിലേക്ക് ലൈൻ ഇട്ടിട്ടാണ് ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ലൈനിന് പറ്റിയ കംപ്ലൈൻ്റ് ആയിരിക്കും. ഇത് സാധാരണ 2 മാസത്തോളം കിടക്കുന്നതാണ്, നമുക്കത് റിമൂവ് ചെയ്യണം. ഞങ്ങളത് നിസ്സാരമായിട്ടാണ് കേട്ടത്. പക്ഷേ അവർ നിസ്സാരമായിട്ടല്ല പറയുന്നത്, വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഇത് റിമൂവ് ചെയ്താൽ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ലൈൻ ഇടാൻ പറ്റും. അത് കയ്യിലൂടെ ഉള്ളിലൂടെ ലൈൻ ഇട്ട് തരാം. ഏറ്റവും സങ്കീർണമായ ദിവസങ്ങളല്ലേ. എന്നിട്ട് അവർ പറയുന്നത്, ഈ 2 ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിച്ചാലും അനുഭവിക്കല്ലാതെ മാർഗ്ഗമില്ല. കാരണം പെട്ടെന്ന് ഡയാലിസിസ് ചെയ്ത് നീക്കാനുള്ള മാർഗ്ഗം ഒന്നുമില്ല. ഇതെടുത്ത് മാറ്റിയില്ലേ. ശരീരം നല്ല വീക്കാണ്, എന്ത് ഇൻഫെക്ഷനും വരാം. അപ്പം അവരുടെ തോന്നലുണ്ട്, ഈ 2 ദിവസത്തിനുള്ളിൽ എല്ലാം ക്ലോസ് ആകുമെന്നുള്ള. മാത്രമല്ല ക്രിയാറ്റിൻ ഹൈ ആയിട്ട് നിൽക്കുവാണ്. കൂടാതെ ബ്ലഡിൽ സോഡിയം, പൊട്ടാസ്യം എല്ലാം ലെവല് എത്ര ഡയാലിസിസ് ചെയ്തിട്ടും കുറയുന്നില്ല. എക്സ്റ്റേണലി കൊടുക്കേണ്ട ഒരു അവസ്ഥയല്ലേ, എല്ലാം കൂടി നിൽക്കുക. അപ്പം അതാ ഡോക്ടർ പറഞ്ഞ് എന്ത് സംഭവിക്കാമെന്ന് പറയാൻ കാരണം. ഏതായാലും എന്നെ ഈ ലൈൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. ഈ സമയത്ത് ലോകം മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികൾ, അവർ എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്തവരാണ്. അവിടെ ഹിന്ദുക്കളും മുസ്ലിമുകളും ഉൾപ്പെടെ കൈ വിരിച്ച് പിടിച്ച് എനിക്ക് വേണ്ടി ജപമാല ചൊല്ലി. അത് അവിടുത്തെ അധ്യാപകരുടെ പ്രോത്സാഹനം കൊണ്ട്, അവരുടെ നിർദ്ദേശം കൊണ്ടായിരിക്കാം. അങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ പഠിപ്പിച്ചിരുന്നവരുമായ എല്ലാ അധ്യാപകരുടെയും നമുക്ക് ഈ സമയം നന്ദിയോടെ ഓർക്കാം. അവർ പങ്കുവെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ കൂടെ ബൈറ്റ്സ് ആയിട്ട്, അത് നമുക്കൊന്ന് കാണാം. ഞാൻ മാത്യു ഒറ്റപ്ലാക്കൽ, പേരാവൂർ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും റിട്ടയർഡായ പ്രധാനാധ്യാപകൻ.
ഞങ്ങളുടെ സഹപ്രവർത്തകനും അതിനുശേഷം ഞങ്ങളുടെ മേലധികാരിയുമായിട്ട് സ്കൂളിനും നാടിനും വേണ്ടി സേവനമനുഷ്ഠിച്ച ശ്രീ പി ജെ തോമസ് സാർ പറയുവാൻ നാടിനും നാട്ടുകാർക്കും ഒത്തിരി കാര്യങ്ങൾ. അദ്ദേഹം മരിച്ച ഒരവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വന്ന ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിന് ക്യാൻസർ എന്ന മാരകമായ അസുഖം ബാധിച്ചപ്പോഴും അതിനു മുമ്പേ തന്നെ എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ദൈവികമായിട്ടുള്ളൊരു ശക്തി അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഈ രോഗത്തിന് ശേഷമാണ്. ഞങ്ങൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി വെല്ലൂരേക്ക് പോകുന്നതിൻ്റെ പശ്ചാത്തലം അദ്ദേഹം ഒരു മരിച്ച വ്യക്തിയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. മറിച്ച് പറയുകയാണെങ്കിൽ മരിക്കാൻ പോകുന്ന വ്യക്തി കൂടി വന്നാൽ വൈദ്യശാസ്ത്രത്തിന് 1 മാസമോ 2 മാസമോ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ എന്ന് പറയപ്പെടുന്നത്. ആ അവസ്ഥയിൽ അവിടെ ചെല്ലുവാൻ നിയന്ത്രണം ഉണ്ടായിട്ട് കൂടി ഞങ്ങളുടെ സഹപ്രവർത്തകരായ ഞങ്ങൾ 5 പേർക്ക് ഇവിടെ ഇരിക്കുവാൻ വേണ്ടി സാധിച്ചില്ല. ഞങ്ങൾ നേരെ വെല്ലൂരേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ ചെല്ലുമ്പോൾ അവരുടെ ബന്ധുമിത്രാദികൾ പറയുന്നത് തോമസ് സാർ എന്നുള്ള വ്യക്തി നമ്മളിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഡോക്ടർമാർ നിസ്സംശയം ആ കാര്യം അവരോട് പറഞ്ഞെന്നും പറയുന്നു. ഞങ്ങൾക്ക് അവിടെ വന്ന് ആ സങ്കടം അടക്കി വെക്കാൻ സാധിച്ചില്ല. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഓരോ കോർണറിൽ നിന്ന് ഞങ്ങൾ വിതുമ്പുകയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ കാണാനുള്ള ശക്തി ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ കയറി കണ്ടു. അദ്ദേഹം നിശ്ചലാവസ്ഥയിൽ അവിടെ കിടക്കുന്നു. ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ എല്ലാവരും ആ മരിച്ച ഒരവസ്ഥയിൽ തോമസ് സാറിനെ കാണുന്നു. പക്ഷേ ഞങ്ങൾക്കെന്തോ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെന്തോ ഒരു പ്രസരിപ്പുള്ള പോലെ ഒരു മുഖത്തിനൊരു പ്രത്യാശ നൽകുന്ന ഒരു മുഖഭാവം ഞങ്ങൾക്ക് വ്യക്തമായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുന്നു. ഞങ്ങളുടെ മനസ്സിൽ പറയുന്നത്, ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴും പറഞ്ഞു, ഇല്ല, തോമസ് സാറ് മരിച്ചു പോകില്ല എന്നൊരു വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. കാരണം പരിശുദ്ധ കന്യാമറിയം വിശ്വസിച്ച പോലെ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതേ അവസ്ഥയിലായിരുന്നു തോമസ് സാറിൻ്റെ തിരിച്ചുവരവ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ദൈവാനുഗ്രഹത്താൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഈശോയെ ദർശിച്ചുകൊണ്ടുള്ള യാത്രയിൽ ഒരിക്കലും അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ആ രോഗം എന്ന് പറയപ്പെടുന്നത് ജനങ്ങൾക്ക്, മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു നിയോഗമായിട്ട് ഞങ്ങളിപ്പോൾ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും ഇപ്പോൾ നടക്കുന്നത് ആ അവസ്ഥയിലാണെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവത്തിന് സ്തുതി പറയുവാനും ആ രോഗം വന്നതിന് ദൈവത്തെ സ്തുതിക്കുവാനും നന്ദി പറയുവാനും ഈ അവസരം ഉപയോഗിക്കുക. എൻ്റെ ഏറ്റവും ആത്മസുഹൃത്തായ തോമസ് പന്തപ്പളക്കൽ സാറിനെ കുറിച്ച് പറയുവാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, 35 വർഷത്തെ അടുത്ത പരിചയം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അയൽക്കാരനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിരുന്നു. തോമസ് സാറിനെ കുറിച്ച് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഏറെ പറയുവാനുണ്ട്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. സഹപ്രവർത്തകർക്ക്, സുഹൃത്തുക്കൾക്ക്, നാട്ടുകാർക്ക്, ബന്ധുക്കൾക്ക്, വളരെ പ്രത്യേകിച്ച് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾക്ക് അദ്ദേഹം നല്ലൊരു ഉപദേശകനായിരുന്നു. അദ്ദേഹം നല്ലൊരു ട്രെയിനറാണ്. അദ്ദേഹം ഒരു മോട്ടിവേറ്ററാണ്. നാഷണൽ ട്രെയിനറായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് രോഗഗ്രസ്തനാണ് എന്നത് ഞങ്ങൾക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം തൻ്റെ റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ പോലും വളരെ ഊർജ്ജസ്വലമായി എല്ലാ മേഖലയിലും കടന്നു ചെന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇങ്ങനെ രോഗത്തിന് അടിമയായി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അവിശ്വസനീയമായിരുന്നു. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വചനഭാഗം ഓർമ്മ വരുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1-2 വചനങ്ങളാണ്. മകനെ, നീ എൻ്റെ ഉപദേശം കേൾക്കുക, നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ, അവ നിനക്ക് ദീർഘായുസ്സം നൽകും, അത് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും ഈ വചനം അത് തോമസ് സാറിനെ കുറിച്ചുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹം മൾട്ടിപ്പിൾ മൈലോമിയ എന്ന രോഗത്തിന് അടിമയായി എന്ന് കേട്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടിയാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ അത് കേട്ടത്. 3 പ്രാവശ്യം അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ വെല്ലൂർ പോയി. ഓരോ പ്രാവശ്യവും ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജുകൾ തന്നെയാണ് അറിഞ്ഞത്. അവസാനം 3-ാമത്തെ പ്രാവശ്യം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ എല്ലാം കഴിഞ്ഞ ഒരു പ്രതീതിയാണ് അവിടെ ആശുപത്രി അന്തരീക്ഷത്തിലും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഞങ്ങൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും
കണ്ണീരണിഞ്ഞു. ഞങ്ങൾ ബന്ധുക്കളെയെല്ലാം ആശ്വസിപ്പിച്ചു. ഇനി എന്ത് എന്നതിന് മറ്റൊരു ചോദ്യമില്ലാത്ത രീതിയിലാണ് അന്ന് ഡോക്ടർമാരിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പക്ഷേ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നതിന് നല്ല ഒരു തെളിവാണ് തോമസ് സാറ്. കാരണം അദ്ദേഹം ഒരു ഹൃദയവിശുദ്ധിയുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഒരു എന്തൂസിയാസ്റ്റിക് മൈൻഡുള്ള മനുഷ്യനാണ്. അതിനേക്കാൾ ഉപരി ഒരു നല്ല ദൈവവിശ്വാസിയാണ്. അതിൻ്റെ കാരണം അദ്ദേഹം തൻ്റെ പ്രധാനാധ്യാപക സ്ഥാനത്തിരിക്കുമ്പോഴും അധ്യാപകനായിരിക്കുമ്പോഴും ഒക്കെ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച ആളാണ്. കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൽ മത അധ്യാപകനായി, അതുപോലെ യൂത്തിൻ്റെ ട്രെയിനറായി, അതുപോലെ തന്നെ യുവജനങ്ങൾക്കും മാതാപിതാക്കൾക്കും ക്ലാസ്സുകളായി എല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു സൽഫലമാണ് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം നാട്ടിൽ മുഴുവൻ ഓടി നടന്ന് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ധ്യാനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അത് മറ്റുള്ളവർക്ക് എല്ലാം ഒരു പ്രചോദനമാണ്. നമ്മുടെ ആത്മവിശ്വാസം ഒരിക്കലും നമ്മളെ, ഇച്ഛാശക്തി നമ്മളെ ഒരിക്കലും തകർക്കുകയില്ല. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും എന്ന ഒരു ചോദ്യത്തിന് ഉത്തമ ദൃഷ്ടാന്തമായി നമുക്ക് തോമസ് സാറിനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന മണ്ഡലം ഇന്ന് തികച്ചും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു കൊണ്ടുള്ളതാണ്. അതിൻ്റെ സൽഫലങ്ങൾ ഈ നാട്ടിലെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമുള്ള നമുക്ക് പരിചയമുള്ള എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് സന്യാസ ഭവനങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകളുടെയൊക്കെ ബലം എത്ര പറഞ്ഞാലും മതിയാവില്ല. ആ സമയത്ത് എൻ്റെ ഇടവകാജനം വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതും അന്നത്തെ വികാരിയച്ഛനായിരുന്ന പാലമറ്റ അച്ഛൻ അതിന് മുൻകൈ എടുത്തു. അച്ഛനെ വളരെ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ് ഈ അവസരത്തിൽ. അച്ഛനും നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. സ്നേഹമുള്ളവരെ, ശാലോം TV പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. 2012 മെയ് മാസം മുതൽ 2016 മെയ് മാസം വരെ ഞാൻ പേരാവൂര് ഫൊറോന പള്ളിയുടെ വികാരിച്ചനായിരുന്നു. ഞാനവിടെ വികാരിയായിരുന്ന കാലത്ത് പന്തപ്ലാക്കൽ തോമസ് സാറ് ആ വർഷമാണ് 2012 ഹൈസ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്ററായിട്ട് വിരമിക്കുന്നത്. അതിനുശേഷം ഒരു വർഷം സാറ് എഞ്ചിനീയറിംഗ് കോളേജിലും അതുപോലെ മറ്റ് സാമൂഹിക രംഗത്തുമൊക്കെ ഒത്തിരി ക്ലാസ്സുകളൊക്കെ എടുത്ത് വളരെ ആക്റ്റീവായി നടന്നുകൊണ്ടിരുന്ന സാറായിരുന്നു. പെട്ടെന്നാണ് ക്യാൻസർ എന്ന രോഗം അദ്ദേഹത്തെ ബാധിച്ചത്. അത് മൾട്ടിപ്പിൾ മൈലോമ എന്ന പിന്നെ പല ക്യാൻസർ ഒന്നിച്ചു കൂടുന്ന വളരെ മാരകമായിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള രോഗത്തിലായിരുന്നു സാറുണ്ടായിരുന്നത്. സാറിൻ്റെ ചികിത്സകൾ ആദ്യത്തെ ചികിത്സകളൊക്കെ കോഴിക്കോടും അതിനുശേഷം അവസാനം പിന്നെ വെല്ലൂർ ഹോസ്പിറ്റലിൽ വളരെ വിദഗ്ധമായ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ബോൺ മാരോ ഓപ്പറേഷനും ഒക്കെ നടത്തി ആണ്. ആ കാലഘട്ടങ്ങളിൽ പിന്നെ സാറിൻ്റെ രോഗത്തെക്കുറിച്ച് പേരാവൂര് പ്രദേശം മുഴുവനും വളരെയേറെ ഉത്കണ്ഠയോടുകൂടെ കണ്ടുകൊണ്ടിരുന്ന ഒരു അവസരമായിരുന്നു. കാരണം സാറിന് ഒരു തിരിച്ചുവരവില്ല എന്നുള്ളൊരു ഇമ്പ്രഷനായിരുന്നു അവിടെ നാട്ടുകാർക്ക് മുഴുവനും ഉണ്ടായിരുന്നത്. പള്ളിയിൽ പിന്നെ പൊതുവായിട്ട് അറിയിച്ച് പിന്നെ സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ പറ്റുന്നവരൊക്കെ അവിടെ സാറിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വെല്ലൂർ ഹോസ്പിറ്റലിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. ആൾക്കാർ പോയിട്ട് വരുമ്പോഴൊക്കെ എൻ്റെ ഇടയ്ക്ക് റിപ്പോർട്ടൊക്കെ തരുമായിരുന്നു. പള്ളിയിൽ ഞാൻ പൊതുവായിട്ട് അനൗൺസ് ചെയ്ത് എല്ലാവരും പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആരാധനയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് പിന്നെ സാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം സാറിനെ കാണാൻ വേണ്ടി 2-3 അധ്യാപകർ വെല്ലൂർക്ക് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഒരു പിന്നെ രൂപം വെഞ്ചരിച്ച് പിന്നെ സാറിന് കൊടുത്തയച്ചു. കാരണം നമുക്ക് മനുഷ്യൻ്റെ കഴിവുകൾക്കും ശക്തികൾക്കും ഒക്കെ പിന്നെ ചെയ്യാൻ പറ്റുന്നതിലും അധികമായി തമ്പുരാന് മാത്രമേ സാറിനെ രക്ഷപ്പെടുത്താൻ പറ്റൂ എന്നുള്ളൊരു ഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിപ്പോലും അതിനേക്കാൾ ഉപരിയായിട്ട് സാറിൻ്റെ ആ ദൈവവിശ്വാസവും അതുപോലെ സാറിൻ്റെ ആ ദൈവാശ്രയബോധവും അതുപോലെ സാറിൻ്റെ തമ്പുരാനോടുള്ള ആ പിന്നെ സ്നേഹവും അതാണ് ഞാൻ വിചാരിക്കുന്നത്. ആരുടെയും പ്രാർത്ഥന കൊണ്ടോ ഞങ്ങളുടെ ഒന്നും പിന്നെ ആഗ്രഹം കൊണ്ടോ അല്ല. ശരിക്കും സാറ് പിന്നെന്താണ് നമ്മൾ പറയുന്നത് പോലെ സാറിൻ്റെ വിശ്വാസം സാറിന് നീതിയായി പരിഗണിക്കപ്പെട്ടു
എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ദൈവത്തിന് മാത്രമേ പിന്നെ എന്താണ് റോളുള്ളൂ, വേറെ ആർക്കും പ്രാർത്ഥിച്ചവർക്കോ അല്ലെന്ന് വരില്ല, സാറിന് പോലും ഇല്ല, തമ്പുരാന് മാത്രമേ അതിനകത്ത് റോളുള്ളൂ എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവം അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നയാളാണെന്നുള്ള ആ ഒരു നല്ല പിന്നെ ഒരു ഇമ്പ്രഷനാണ് ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ഉള്ളത്. ഏതായാലും പിന്നെ ഇപ്പോഴ് പഴയതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരവസ്ഥയിലേക്ക് സാറ് വന്നതിൽ ഒത്തിരി തമ്പുരാന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പിന്നെ ഇതൊരു വലിയൊരു വിശ്വാസത്തിൻ്റെ നാട്ടുകാർക്കുമൊക്കെ സാറ് തിരിച്ചു വന്നതിൽ, അല്ലെങ്കിൽ പിന്നെന്താണ് ഇങ്ങനെ ഒരു രോഗശാന്തി എന്ന് പറഞ്ഞാലത് തമ്പുരാൻ അത്ഭുതം പ്രവർത്തിച്ച് തന്നെയാണ് ഈ പിന്നെ ഇപ്പോഴുള്ള സാറിൻ്റെ അവസ്ഥയിലേക്ക് മടങ്ങി വന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതിൻ്റേതായ ആ ഒരു നന്ദി, തമ്പുരാനുള്ള നന്ദി നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന കാര്യം ഓർപ്പിക്കട്ടെ. സാറിനെ പ്രത്യേകം പിന്നെ ഞാൻ ഓർക്കുന്നു. സാറിലൂടെ പിന്നെന്താണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ പേരാവൂർ പ്രദേശത്ത് മുഴുവനും പിന്നെ അനുഭവിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചതിൽ ദൈവത്തിൻ്റെ മഹത്വം ഒത്തിരി വർദ്ധിക്കുന്നു വിശ്വസിക്കുകയാണ്. ഈ സമയത്ത് ലോകം മുഴുവൻക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ലോകത്തിൻ്റെ മുക്കുമൂലയിലും ഞാൻ പഠിപ്പിച്ചു വിട്ട വിദ്യാർത്ഥികളുണ്ട്. അവരുടെ എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അവരുടെ ബന്ധുജനങ്ങളുണ്ട്. ഇവരെല്ലാം എനിക്ക് വേണ്ടി നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതുപോലെ കുറേ ആൾക്കാർ വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ എനിക്ക് വേണ്ടി, എൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ വചനവേദിയിൽ നിന്ന് അച്ഛൻ വിളിച്ചു പറയുന്നത് കേൾക്കുകയാണ്, വലിയൊരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രോഗിയുടെ കിഡ്നിയെ ഈശോ തലോടുന്നത് കാണുന്നു. ഇതേ നിമിഷം തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദർശനപരമുള്ള അനവധി പേർ അതേ സീൻ കണ്ടു. ഈശോ വന്ന് എൻ്റെ കിഡ്നിയെ തലോടുന്നു. ഈ സമയത്താണ് എൻ്റെ ഈ ലൈൻ റിമൂവ് ചെയ്യുന്നത്. ലൈൻ റിമൂവ് ചെയ്തു, എൻ്റെ ബ്ലഡ് എടുത്ത് ടെസ്റ്റിന് അയച്ചു. റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർമാർക്ക് സംശയമായി, ബ്ലഡ് ടെസ്റ്റ് തെറ്റിപ്പോയോ? കാരണം അതുവരെ അവർ ഡയാലിസിസ് ചെയ്തിട്ട് 10.5 ക്രിയാറ്റിനിൽ നിന്ന് 8.5 വരെ ആക്കാനേ അവർക്ക് പറ്റിയിട്ടുള്ളൂ. പിന്നീട് ഇപ്പോഴാണെങ്കിൽ വേറെ പ്രത്യേക ഒരു മരുന്നൊന്നും തന്നിട്ടില്ല, ഡയാലിസിസ് ചെയ്തിട്ടില്ല, പക്ഷേ ആ ക്രിയാറ്റിൻ 8 കുറഞ്ഞിരിക്കുന്നു. ഈശോയുടെ തലോടലിൻ്റെ അത് ഡോക്ടർമാരെ സംബന്ധിച്ച് അസംഭവ്യമായ കാര്യമാണ്, അത് സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അവർ വിചാരിച്ചു ഈ ടെസ്റ്റ് തെറ്റിപ്പോയെന്ന്. അതുകൊണ്ട് വീണ്ടും ബ്ലഡ് എടുത്ത് ടെസ്റ്റിന് അയച്ചു.